ഇന്ന് നമ്മൾ നോക്കുന്നത് ആനിമൽ ഡൈവേഴ്സിറ്റിയിലെ ഫസ്റ്റ് പാർട്ടാണ്. വിറ്റാക്കറുടെ 5 കിങ്ഡം വർഗീകരണമാണ്. റോബർട്ട് എച്ച് വിറ്റാക്കർ 1969 അദ്ദേഹം ഒരു അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണെന്ന് കൂടി ഓർത്തിരിക്കുക. ജീവികളെ 5 കിണ്ഡങ്ങളായിട്ട് തിരിച്ചു അല്ലേ. അപ്പോൾ ജീവികളെ 5 കിണ്ഡങ്ങളായിട്ട് തിരിച്ചതാരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കറാണ്. അതിനെയാണ് നമ്മൾ 5 കിങ്ഡം വർഗീകരണം. ഈ 5 കിണ്ഡത്തിൽ വരുന്ന ഏതൊക്കെയാണ്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗ്ചെ, പ്ലാന്റ്, ആനിമലിയ അല്ലേ. ഈ 5 എണ്ണമാണ് നമുക്ക് വരുന്നത്. അതിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് മൊനീറ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൊനീറയാണ്. മൊനീറ പ്രോകാരിയോട്ടാണ്. കോശവിഭാഗം എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്. കൂടാതെ അവയുടെ ആ ഒരു കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പോളിസാക്രൈഡ് അതിൻ്റെ കൂടെ തന്നെ അമിനോ അമ്ലവും കൂടി ചേർന്നാണ്. അപ്പം കോശഭിത്തി എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്? പോളിസാക്രൈഡ് കൂടെ അമിനോ അമ്ലവും കൂടി ചേർന്നാണ്. മൊനീറയ്ക്ക് മർമ്മസ്തരം ഇല്ല, ആബ്സെൻ്റ് ആണ് മൊനീറയ്ക്ക്. ഇനി അതിൻ്റെ ഒരു ശരീരം എന്ന് പറയുന്നത് ഏകകോശമാണ് അല്ലേ. ഒരു കോശമാണ് അതിനുള്ളത്. ഇനി അവയിൽ തന്നെ സ്വപോഷികളുണ്ട്, പരപോഷികളുണ്ട്. സ്വപോഷികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സ്വപോഷികളിൽ ഉൾപ്പെടുന്നതാണ് സസ്യങ്ങളൊക്കെ. അതുപോലെ ഇവ രാസസംശ്ലേഷണം നടത്താറുണ്ട്. അതുപോലെ പ്രകാശ സംശ്ലേഷണവും ഈ മൊനീറ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ നടത്താറുണ്ട്. ഇനി ഇവയിൽ തന്നെ പരപോഷികളും ഉണ്ട്. പരപോഷികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെയാണ് നമ്മൾ പരപോഷികൾ എന്ന് പറയുന്നത്. പരപോഷികളിൽ വരുന്നത് ഏതൊക്കെയാണ്? ശവോപജീവികളുണ്ട്, പരാദങ്ങളുണ്ട്. അപ്പം മറന്നു പോകരുത്, സെല്ലുലോസ് നിർമ്മിതമല്ല. ഇവയുടെ കോശഭിത്തി എന്ന് പറയുന്നത് ഏതാണ്? പോളിസാക്രൈഡും അതുപോലെ അമിനോ അമ്ലമാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. മർമ്മസ്തരം ഇല്ല. അതുപോലെ ഇവ ഏകകോശമാണ്. ഈ സ്വപോഷികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? രാസസംശ്ലേഷണം നടത്തും, അതുപോലെ പ്രകാശ സംശ്ലേഷണം നടത്താറുണ്ട്. പരപോഷികളാണെങ്കിൽ ശവോപജീവികൾ, പരാദങ്ങൾ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് കോശവിഭാഗം എന്ന് പറയുന്നത് യൂക്കാരിയോട്ടാണ്. അപ്പം പ്രോട്ടിസ്റ്റ യൂക്കാരിയോട്ടാണ് വരുന്നത്. കോശഭിത്തി ചിലതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കോശഭിത്തി എല്ലാ പ്രോട്ടിസ്റ്റയിലും കാണപ്പെടുന്നില്ല, എന്നാൽ ചില പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളിൽ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ മർമ്മസ്തരം എന്ന് പറയുന്നത് മർമ്മസ്തരം ഉണ്ട്. അപ്പം മർമ്മസ്തരം പ്രോട്ടിസ്റ്റയ്ക്കുണ്ട്. അതുപോലെ ഏകകോശമാണ്. ഇവയിൽ സ്വപോഷികളും പരപോഷികളും ഉണ്ട്. അപ്പോൾ ഇവയിലും സ്വപോഷികളും പരപോഷികളും ഉണ്ട്. അപ്പോൾ മൊനീറയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പ്രോട്ടിസ്റ്റയ്ക്കുള്ളത്? പ്രോട്ടിസ്റ്റയ്ക്ക് മർമ്മസ്തരമുണ്ട്. അപ്പം മർമ്മസ്തരമുണ്ട്. അതുപോലെ ഇവ യൂക്കാരിയോട്ടാണ് അല്ലേ. നേരത്തെ നമ്മൾ മൊനീറ നോക്കിയപ്പോൾ മൊനീറ പ്രോകാരിയോട്ടാണ്, എന്നാൽ ഇവ യൂക്കാരിയോട്ടാണ്. നമ്മൾ ഈ പഠിക്കുന്ന 5 കിണ്ഡത്തിൽ നിന്ന് മൊനീറയാണ് കൂടുതൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മൊനീറ പ്രോകാരിയോട്ടാണ്. ബാക്കി 4 വരുന്ന വിഭാഗങ്ങളും യൂക്കാരിയോട്ടാണ് വരുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടാണ്. അതുപോലെ ഇവയുടെ കോശഭിത്തി എന്ന് പറയുന്നത് ചില പ്രോട്ടിസ്റ്റയിൽ കാണപ്പെടാറുണ്ട്, എന്നാൽ മർമ്മസ്തരം ഇവയ്ക്കുണ്ട്. അതുപോലെ ഇവയുടെ ഒരു ശരീരപ്രകൃതി എന്ന് പറയുന്നത് ഏകകോശമാണ്. സ്വപോഷികളും പരപോഷികളും ഇവയിൽ കാണപ്പെടാറുണ്ട്. ഫംഗ്ചെ എന്ന് പറയുന്നത് കോശവിഭാഗം എന്ന് പറയുന്നത് യൂക്കാരിയോട്ട് തന്നെയാണ്. ഫംഗെ വിഭാഗത്തിൽ വരുന്നത് യൂക്കാരിയോട്ടാണ്. ഇവയുടെ കൈറ്റിനാണ് ഇവയുടെ ഒരു കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൈറ്റിൻ കൊണ്ടാണ് ഇവയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് മർമ്മസ്തരമുണ്ട്. അതുപോലെ ഇവ ബഹുകോശമാണ്. അപ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ബഹുകോശമാണ് വരുന്നത്. ഇനി ഇവയിൽ പരപോഷികൾ, പരാദങ്ങളുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവയിൽ പരപോഷികളും പരാദങ്ങളുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവ ബഹുകോശം കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്ലാന്റ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ടാണ്. പ്ലാന്റ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ടാണ്. ഇവ നിർമ്മിച്ചിരിക്കുന്ന കോശഭിത്തി എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ് അല്ലേ. അത് നമുക്കറിയാം. സെല്ലുലോസ് കൊണ്ടാണ് ഇവയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. മർമ്മസ്തരമുണ്ട്. കൂടാതെ ശരീര രൂപീകരണം എന്ന് പറയുന്നത് കലകൾ, അതുപോലെ അവയവങ്ങൾ അല്ലേ. അവയവം കല എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പ്ലാന്റിൻ്റെ ചില്ലകൾ, അതുപോലെ അവയുടെ ആ ഒരു ബോഡി പാർട്സൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ തന്നെ സ്വപോഷികളാണ് ഉള്ളത് അല്ലേ. പരപോഷികളുണ്ടോ പ്ലാന്റ്സിൽ? പരപോഷികളില്ല, സ്വപോഷികളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവ പ്രകാശ സംശ്ലേഷണം നടത്തുന്നവയാണ് അല്ലേ. അതുകൊണ്ട് സ്വപോഷികളാണ് വരുന്നത്. പോഷണ രീതി എന്നൊക്കെ പറയുന്നത് സ്വപോഷിയാണ്. ഇനി അനിമലിയ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടാണ്. അനിമലിയ വരുന്നതും യൂക്കാരിയോട്ടാണ്. ഇവയുടെ കോശഭിത്തി എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് കോശഭിത്തിയില്ല അല്ലേ. നമ്മൾ ആനിമൽസിന് കോശഭിത്തിയില്ല. അതാണ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നുള്ളൊരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കോശഭിത്തി ഇല്ലാത്തതാണ്.
ഇനി ഇവയിൽ എന്താണ് മർമ്മസ്തരമുണ്ട് അല്ലേ? ആനിമൽസിൽ എന്താണ് മർമ്മസ്തരമുണ്ട്. ഇവയിലും കലകൾ, അവയവങ്ങൾ, അവയവ വ്യൂഹമൊക്കെ ഉണ്ട് അല്ലേ? നമുക്കെന്താണ് നാഡീവ്യൂഹം, അതുപോലെ എന്താണ് ദഹനേന്ദ്രിയ വ്യവസ്ഥയൊക്കെ, അങ്ങനെ പല അവയവങ്ങളും അവയവ വ്യൂഹങ്ങളൊക്കെ ചേർന്നാണ് എന്ത് ആനിമൽസിൻ്റെ ആ ഒരു ശരീര രൂപീകരണം നടന്നിരിക്കുന്നത്. ഇവ പരപോഷികളാണ് അല്ലേ? നമ്മൾ സ്വപോഷികളാണ് അല്ല, പരപോഷികളാണ്. അപ്പോൾ ശവോപജീവികളും ഉണ്ട്. അപ്പോൾ പരപോഷികൾ മാത്രമല്ല, ഇവയിൽ എന്താണ് ശവോപജീവികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക.